കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും വിചാരണ കോടതിയിലേക്ക്. അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്നാണ് ഈ അതിജീവിതയുടെ ആവശ്യം. ഇത് പ്രമാണിച്ച് അവർ വിചാരണ കോടതിയിൽ ഒരു ഹർജിയും കൊടുത്തു കഴിഞ്ഞു. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അതിജീവിതയുടെ പുതിയ നീക്കം ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. സാധാരണഗതിയിൽ സ്വകാര്യത ചോർന്നു പോകും എന്നതുകൊണ്ട് തന്നെ ഇൻ ക്യാമറ ജുഡീഷ്യൽ ട്രയലാണ് പല അതിജീവിതകളും പ്രിഫർ ചെയ്യുക. എന്നാൽ ഈ അതിജീവിതം ഒരു പടി കൂടി കടന്നിരിക്കുന്നു. എന്തായിരിക്കാം ഇത്? വല്ലാത്ത രീതിയിൽ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഇത്തരം കേസുകളിൽ സാധാരണഗതിയിൽ ജുഡീഷ്യറി അടക്കം ചെയ്യാറുള്ളത് ഇൻ ക്യാമറ ട്രയലാണ്. അത് അതിജീവിതമാർ ഇരകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചായിരിക്കും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളതും. പക്ഷേ അതിന് വിപരീതമായി ഇന്നിപ്പോൾ അവരുടെ ഒരു ഹർജി ഈ വിചാരണ കോടതിയിലേക്ക് വരികയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: തനിക്കിനി അടച്ചിട്ട മുറിയിൽ വിചാരണ വേണ്ട, അന്തിമവാദം ഇപ്പോൾ നടക്കുകയാണ്, ആ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണം. അതായത് മുഴുവൻ സമൂഹവും മുഴുവൻ ജനങ്ങളും അറിയട്ടെ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന്, ഈ കോടതി മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഇനി ഈ അടച്ചിട്ട ഒരു സംവിധാനത്തിൽ വേണ്ട, ഇരുമ്പ് മറയ്ക്കുള്ളിൽ വേണ്ട, അത് മുഴുവൻ ജനങ്ങളും അറിയട്ടെ എന്ന നിലപാടെടുക്കുകയാണ് അതിജീവിത. അവരുടെ ഉള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആലോചനകൾ കാണും, പക്ഷേ ഈ ഘട്ടത്തിൽ അത് നമുക്കറിയില്ല. എന്തായാലും അവരുടെ ഹർജി കോടതിയുടെ മുന്നിലുണ്ട്. ഒന്ന്, കോടതി അത് എന്റർടൈൻ ചെയ്യുമോ എന്നുള്ളത് അറിയണം. കാരണം സാധാരണ ഇത്തരം കേസുകളിൽ കോടതിക്കൊരു ചട്ടമുണ്ട്, ആ ചട്ടപ്രകാരമേ കോടതി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത് ഒന്നാമതറിയണം. രണ്ടാമത്തെ കാര്യം, അതിശക്തമായ എതിർപ്പ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പ്രതിഭാഗം മൊഴികൾ ഈ ഘട്ടത്തിൽ കോടതി മുൻപാകെ അവതരിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുകയാണ്. ഈ നടൻ ദിലീപ് അടക്കം കൊടുത്ത മൊഴികൾ കോടതിയിൽ വായിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാനടക്കം സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഓർക്കണം, കോടതിക്കകത്തെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, അത് പുറത്തേക്ക് എത്താറുമില്ല. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം മാത്രമാണ്, നടപടിക്രമങ്ങൾ നടന്നു എന്നുള്ളത് മാത്രമാണ് വരാറുള്ളത്. പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ കോടതി മുറിക്കുള്ളിൽ എന്താണോ നടക്കുന്നത്, പ്രതികളുടെ മൊഴികൾ എന്തൊക്കെയാണ്, പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ, രേഖകൾ, അന്തിമവാദത്തിൽ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരും. അത് പൊതുസമൂഹം അറിയും. ആ നടിക്ക്, ആ യുവനടിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുര്യോഗം അതെന്തൊക്കെയാണ് എന്നുള്ളതും പൊതുജന സമക്ഷം എത്തുകയും ചെയ്യും. പക്ഷേ അത് അറിയില്ല എത്രത്തോളം എന്റർടൈൻ ചെയ്യപ്പെടും എന്നുള്ളത്. അത് പ്രതിഭാഗം എതിർക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണണം. മറ്റൊന്ന്, ആർ ശ്രീലേഖ DGP കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തിനെതിരെയും ഈ അതിജീവിത ഒരു ഹർജി നൽകിയിരുന്നു. അതും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാകുന്നത്. താങ്ക് യു ശ്രീകാന്ത്. യഥാർത്ഥത്തിൽ അതിജീവിതം എന്തോ തീരുമാനിച്ച് ഉറച്ച മട്ടാണ്. കാരണം അവരെ നിരാശപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചു കാണുമോ എന്ന് നമുക്ക് സംശയിക്കാം. അല്ലെങ്കിൽ ഇത്തരം അപകടം പിടിച്ച ഒരു ഹർജിയുമായി കോടതിയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം എന്തെല്ലാം കാര്യങ്ങൾ ഈ അന്തിമവാദത്തിൽ ഉയർന്നു വരാൻ ഈ ഒരുപക്ഷെ ഈ പരസ്പരം അഭിഭാഷകർ പറയുന്ന പല കാര്യങ്ങളും വാർത്താമാധ്യമങ്ങളിലേക്ക് ചോർന്നു പോവുകയാണെങ്കിൽ ഒരു ഞെട്ടലോടെ മാത്രമേ അതൊക്കെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കഴിയൂ.